ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലാമിസ് ബൂട്ടിക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളായിട്ട് ചുരിദാർ കട്ടിങ് ചെയ്ത് വീണ്ടും നെക്ക് ഡിസൈൻ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ മൂന്നാമതായിട്ട് സ്ലീവിലെ ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ തമ്മനയിൽ കണ്ട പോലെ എന്തായിരിക്കും നിങ്ങൾക്ക് മനസ്സിലായല്ലോ, സ്കാലപ്പ് ഡിസൈൻ. ഇപ്പോൾ ഇത് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന സ്കാലപ്പ് ഡിസൈനാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ പറയാം, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സ്ലീവ് നേരത്തെ കട്ട് ചെയ്ത് വെച്ച് സ്ലീവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 4 ഇഞ്ച് നീളത്തിലും നമ്മുടെ സ്ലീവിൻ്റെ അതേ വീതിയിലുള്ള തുണി നമ്മൾ രണ്ടെണ്ണം വേണം കേട്ടോ, 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു കോയിൻ എന്തെങ്കിലും എടുത്തിട്ട് ഒരു പേപ്പറിൽ ഇതുപോലെ റൗണ്ട് ചെയ്ത് വരച്ച് കൊടുക്കുക. നിങ്ങൾക്ക് കോയിൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ കുപ്പിയുടെ എന്തെങ്കിലും അടപ്പോ എന്തെങ്കിലും ചെറിയ ടോപ്പുകൾ ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഓക്കെ, നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വരച്ചെടുക്കുക. നിങ്ങൾ കാർഡ് ബോർഡിലാണ് വെട്ടി വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അത് യൂസ് ആവാം. അപ്പോൾ ഓക്കെ, ഇതിന് ശേഷം നമുക്ക് അതിനെ ശരിക്കൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ചെറിയ കത്രിക യൂസ് ചെയ്യാനാണ് നല്ലത്. ഓക്കെ, അതിന് ശേഷം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പീസിലേക്ക് നേരെ വെച്ച് കൊടുത്തിട്ട് അവിടെ ചോക്ക് കൊണ്ടൊന്ന് വരച്ചെടുക്കാം. നിങ്ങൾ പേപ്പറിലാണ് യൂസ് ആവണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അധികം തുമ്പത്ത് പോയി ചെയ്യരുത്, കുറച്ച് മാറിയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാവും. ഓക്കെ, നമുക്കതിന് നേരെ പോയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഭയങ്കര സ്പീഡിലൊന്നും ചെയ്തു പോകരുത്. പതുക്കെ ഓരോ എഡ്ജുകളും നീഡിൽ കുത്തിയിറക്കി വീണ്ടും മേലോട്ടാക്കി അങ്ങനെ പതുക്കെ വേണം ചെയ്തെടുക്കാം. ഇത്തിരി ക്ഷമയുള്ള പണിയാണ്, എങ്കിലും അതിൻ്റെ റിസൾട്ട് ഭയങ്കര സംഭവമായിരിക്കും അല്ലേ. അപ്പോൾ ഓക്കെ, നല്ല രീതിയിൽ ചെയ്തെടുക്കുക. ശ്രദ്ധിച്ചിട്ട് പതുക്കെ ചെയ്തു പോകണം, എങ്കിലേ നമ്മൾ വിചാരിച്ച റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അതിൻ്റെ എഡ്ജ് ഭാഗങ്ങളൊക്കെ ചുരുങ്ങിയ ആകൃതി മാറിപ്പോയാൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഭംഗി നമുക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനെ മൊത്തമായിട്ട് ഫുള്ള് ചെയ്തെടുത്തിട്ട് വേണമെങ്കിൽ ഈ പേപ്പർ ഒന്ന് ഒഴിവാക്കി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഭാഗത്ത് ചെറിയ കട്ടുകളൊന്ന് കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും പെൻസിലോ അല്ലെങ്കിൽ കത്രിക വെച്ചിട്ട് അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് പുറത്തേക്ക് തള്ളിയെടുക്കുക. നന്നായിട്ട് എടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം, എങ്കിലേ ആ വൃത്തിയിൽ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, നല്ല രീതിയിൽ അയൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ സ്ലീവിൽ അതിനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അയൺ ചെയ്യാതെ ഉപയോഗിക്കരുത്, അയൺ ചെയ്താലേ അതിൻ്റെ വൃത്തിയിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ചെറിയ സ്കാലപ്പാണ് കൊടുത്തത്, സ്ലീവ് ആയതുകൊണ്ട് ഒരുപാട് വലുതാക്കിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈസിൽ വ്യത്യാസം വരുത്താം. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ കട്ടിങ് ചെയ്യാൻ നോക്കാം. നമ്മുടെ സ്കാലപ്പ് കൊടുത്ത ഇതിൻ്റെ തുണിയുടെ ഭാഗത്തിൻ്റെ അടിവശം ഒന്ന് നന്നായിട്ട് ഒരു 2 ഇഞ്ചിൽ ഞാൻ മടക്കി കൊടുക്കുകയാണ്. അതുപോലെ വേറൊരു കാര്യം, നമ്മളിപ്പോൾ സ്കാലപ്പിന് വേണ്ടി സോൾഡറിങ് അയണോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, സാധാ മെഷീനിൽ സാധാ രീതിയിൽ നമ്മൾ തയ്ച്ചെടുത്തിട്ടുള്ളൂ. ഓക്കെ, അത് മറക്കരുത്. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്തെടുത്ത തുണിയുടെ അടിവശത്തേക്ക് 2 ഇഞ്ച് ഞാൻ വീതിയിൽ മടക്കി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് തുണി തികയുന്നില്ലെങ്കിൽ 1 ഇഞ്ചിലും കൊടുക്കാം. ഞാൻ നല്ല പെർഫെക്റ്റിൽ വരാൻ വേണ്ടി സ്റ്റിച്ചിങ് നല്ല അവിടെ ഉറപ്പിൽ നിൽക്കാൻ വേണ്ടിയാണ് വീതിയിൽ കൊടുക്കുന്നത്. അതിനുശേഷം ഉൾഭാഗത്തേക്ക് ഒന്ന് നല്ല അമർത്തി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മറ്റേ സൈഡും ചെയ്ത് കൊടുക്കുക. ഓക്കെ, നഖം കൊണ്ടൊക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അയൺ ചെയ്തെടുക്കാം. ഓക്കെ, അതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ സ്ലീവിൻ്റെ പാർട്ട് അവിടേക്ക് നേരെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. സെയിം ലെവലായിരിക്കണം രണ്ടും, അത് ശ്രദ്ധിക്കണം. ഓക്കെ, അതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ വെച്ച് കൊടുത്തിട്ടൊന്ന് അതിന് പതിച്ചടി കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ സ്കാലപ്പ് കൊടുക്കുകയാണ്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അടിവശം ഒരുപോലെയാണെന്ന് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഓക്കെ, അതിന് ശേഷം ഞാൻ സ്കാലപ്പ് ചെയ്യാണ്. നമ്മുടെ സിഗ്സാഗിൽ 0 കൊടുത്തിട്ടാണ് സ്കാലപ്പ് ചെയ്യുന്നത്. ഇനി നോർമൽ ഇതുപോലത്തെ മെഷീൻ ഇല്ലെങ്കിൽ, നിങ്ങൾ സാധാ ഈ മെഷീൻ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒരു 4-5 പ്രാവശ്യം ഇവിടെ കട്ടിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതേ ഇതിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഓക്കെ, അതിന് ശേഷം നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമ്മൾ സ്ലീവ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് മറ്റേ സ്ലീവിലും ചെയ്തെടുക്കാം. ഓക്കെ, ഇതേ മെത്തേഡ് നമ്മുടെ പാൻറ്റിൻ്റെ അടിഭാഗത്തൊക്കെ ചെയ്ത് നോക്കും, നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകൾ എനിക്ക് അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ.